വർക്കൗട്ട് ചെയ്യാനായിട്ട് തീരെ മടിയുള്ള ആൾക്കാരുണ്ടാവും. തീരെ പറ്റില്ല. പലരും പറഞ്ഞിട്ടുണ്ട് മൊബൈൽ എടുത്ത് വെച്ചിട്ട് വർക്കൗട്ട് ചെയ്യാമെന്ന് പറഞ്ഞൊക്കെ നോക്കും. പിന്നെ അങ്ങ് അവിടെ കിടന്നങ്ങ് ഉറങ്ങിപ്പോൾ എന്നൊക്കെ അറിയുന്നവർക്കും പിന്നെ അല്ലാണ്ട് വർക്കൗട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ ചെയ്യാവുന്നതാണ്. പക്ഷേ എങ്കിലും തീരെ മടിയുള്ളവർക്ക് കൂടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ സ്പെഷ്യലായിട്ട് ഇട്ടത്. കാരണം ഒരു 10 വെച്ചിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളൂ. ഞാൻ ഇതിലിട്ടേക്കുന്ന ഈ വർക്കൗട്ടുകളെല്ലാം നിങ്ങളും ചെയ്തോളൂ. വർക്കൗട്ട് കഴിഞ്ഞ ശേഷം ലാസ്റ്റ് എന്താണ് ചെയ്യേണ്ടതെന്ന് വീഡിയോ ലാസ്റ്റ് പറയുന്നുണ്ട്. സ്കിപ്പ് ചെയ്ത ഫുള്ള് കണ്ടുള്ളൂ കേട്ടോ. അപ്പോൾ ആകെ ഒരു 10 എടുത്തുള്ളൂ. ഇത് നിങ്ങളൊരു 1 മന്ത് ചെയ്തോളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് മാറ്റേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ സ്വയം തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് കേട്ടോ. 10 വെച്ചെടുത്തിട്ടുള്ള. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10. നെക്സ്റ്റ് വരുന്നത് സെയിം അതേ കണക്കിന് കൈ മുകളിൽ നിന്ന് എടുക്കുന്നത് കേട്ടോ. 1 2 3 4 5 6 7 8 9 10. ഇതെടുക്കുമ്പോൾ കറക്റ്റ് എങ്ങനെയാണോ നമ്മൾ എടുക്കൽ അതേ കണക്കിന് എടുത്തോളൂ. അത് ഞാൻ ഇതിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അത് തന്നെ ഫോളോ ചെയ്ത് പോകാൻ മാക്സിമം ശ്രദ്ധിക്കില്ല. റിസൾട്ട് നമുക്ക് ഉണ്ടാവില്ലേ. അപ്പോൾ ഇത് കണക്ക് നടു കുറച്ച് നമ്മൾ കൈ പൊക്കുമ്പോൾ കുറച്ചൊന്ന് ജസ്റ്റ്, അതായത് ഈ കാല് ഇത് കണക്ക് പുറകിലേക്ക് വെക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ആ നടുവിന് ഭാഗം കുറച്ച് മുന്നോട്ട് തള്ളും. അപ്പോൾ ഇത് കണക്ക് ജസ്റ്റ് ഒന്ന് മുട്ട് വളച്ച് കൊടുത്തിട്ട് ഇത്ര വളയ്ക്കാൻ പറ്റാത്ത ആരും ഉണ്ടാവില്ല. പറ്റുന്നിടത്തോളം നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യാൻ നോക്കുക കേട്ടോ. എന്നിട്ട് നടുത് കുറച്ച് മാത്രം കണ്ടോ. അപ്പോൾ ബാക്കിലത്തെ കാലത്ത് ഇത് കണക്ക് കുത്തിയാണ് നിർത്തേണ്ടത് കണ്ടോ. അപ്പോൾ അത് മാക്സിമം ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ കേട്ടോ. നെക്സ്റ്റ് വരുന്നത് കൈ ഇതുപോലെ മുറുക്കി പിടിക്കുക. അത് കാൽ ബാക്കിലോട്ടാണ്. 3 4 5 6 7 8 9 10. ഓക്കെ. അപ്പോൾ ഇത് എടുക്കുമ്പോൾ കണ്ടോ കൈ ആയത്തില്ല പുറകിലേക്ക് എടുക്കുന്നത്, നമ്മൾ ആ കൈ രണ്ടും പുറകിലേക്ക് എടുക്കുന്ന. പിന്നെ നെക്സ്റ്റ് വരുന്നത് കാലത ഇതേ കണക്ക് വയ്ക്കുക. കൈ മുറുക്കി പിടിക്കുക. 1 2 3 4 5 6 7 8 9 10. അപ്പോൾ ഈ കാലൊക്കെ എങ്ങനെയാണ് വെക്കുന്നത് നോക്കിയിട്ട് കറക്റ്റ് ഇതേ കണക്കുണ്ടോ. കറക്റ്റ് പൊസിഷനിൽ തന്നെ ഞാൻ ഈ കാണിക്കുന്ന പോലെ തന്നെ അത് ഇങ്ങനെയല്ല നിന്ന് എടുക്കേണ്ടത്. ഇതേ കണക്ക് എന്നിട്ട് എടുത്തോളൂ. ആകെ ഒരു 10 വെച്ചുള്ളൂ. ഇതിൽ പോലും മടി കാണിക്കേണ്ട കേട്ടോ. നെക്സ്റ്റ് വരുന്നത് കാല് നമുക്ക് പൊസിഷനിൽ വയ്ക്കുക. എന്നിട്ട് കൈ നമുക്ക് മുറുക്കി പിടിക്കുക. എന്നിട്ട് ഇതേ മുകളിലോട്ട് നേരത്തെ നമ്മൾ എടുത്തതിന് ഇതേ കണക്ക് അത് ഒറ്റ കയ്യിൽ എടുക്കല കേട്ടോ. ഒന്ന് താന്നിട്ട് വേണം നിവരാനായിട്ട്. ജസ്റ്റ് കുറച്ചൊന്ന് താന്നാൽ മതി കേട്ടോ. ഇതേ കണക്ക് എന്നിട്ട് കൈ താഴേക്ക് പോയിട്ട് മുകളിൽ കണ്ടോ. 1 2. അപ്പോൾ കാലത ഇങ്ങനെയാണ് കുത്തേണ്ടത് കേട്ടോ. 3 4 5 6 7 8 9 10. അപ്പോൾ കറക്റ്റ് ലെവലിൽ തന്നെ ഇതിനൊക്കെ ഒന്ന് താരുക. കാലത കുത്തി കൊടുത്തതിന് നിർത്തണം കേട്ടോ. ഇങ്ങനെ കണ്ടോ ഇതേപോലെയാണ് നിർത്തണം. ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡിയിൽ എത്രത്തോളം അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അതായത് ഇങ്ങനെ കൈ നന്നായിട്ട് മുകളിലേക്ക് ഉയർത്തി കൊടുക്കുമ്പോൾ കാല് കുത്തി നിർത്തണം കേട്ടോ. അപ്പോൾ കറക്റ്റ് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. നെക്സ്റ്റ് വരെ നമ്മൾ സെയിം തന്നെ സൈഡിലേക്ക് കൊടുക്കുന്നതാണ്. 1 2 3 4 5 6 7 8 9 10. നമ്മൾ ഇടിക്കുന്ന പോലെ അത്ര ശക്തിക്ക് വേണം കൊടുക്കാനായിട്ട് കേട്ടോ. കൈ അത്രയും പോലെ ശക്തിക്ക് കൊടുക്കണം കേട്ടോ. ഇനി സെയിം തന്നെ നമുക്ക് താഴേക്കാണ് കൈ സെയിം തന്നെ അത് താഴ്ക്കണം. 1 2 3 4 5 6 7 8 9 10. ഓക്കെ. അപ്പോൾ ഇത് കണക്ക് കണ്ടോ. ഈ ഞാനൊരു 3-4 കാണിച്ചാൽ ഏകദേശം ഒരേ ടൈപ്പ് കാല് വെക്കുന്ന അതാണ് വരുന്നത്. അപ്പോൾ ഒന്നൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഒന്ന് മൂവ്മെൻറ്റ്സ് കൊടുത്ത് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10. അപ്പോൾ ഇത് നമുക്കിനി 1 വെച്ചിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് 2 സൈഡും കൂടെയാണ് മൊത്തം 10 എടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഇത് സെയിം തന്നെ ഓരോന്ന് വെച്ചിട്ട് ഇപ്പോൾ രണ്ട് സൈഡും കൂടെ ഞാനിപ്പോൾ 1 2 എടുത്തേക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഓരോന്ന് വെച്ചെടുക്കാം കേട്ടോ. 1 2 3 4 5 6 7 8 9 10. കൈ നന്നായിട്ട് പുറകിലേക്ക് കൊടുക്കണം കേട്ടോ. ഓക്കെ. ഇനി നെക്സ്റ്റ് വരുന്നത് കൈ ഇതേ കണക്കൊന്ന് മുറുക്കി പിടിക്കുക കേട്ടോ. എന്നിട്ട് കാലുയർത്തി കൊടുക്കുക.
2 3 4 5 6 7 8 9 10. ഓക്കെ, അപ്പോൾ ഓർക്കുക, ഞാൻ എല്ലാം ഒരു 10 വെച്ച് എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഒത്തിക്കം മടി പിടിച്ചൊന്നും ഇരിക്കേണ്ട പാടുമില്ല. അതെ, നമ്മൾ ഓരോ ചുവട് മുന്നിലേക്ക് വച്ച് ആ ഒരു ഇതിൽ അകലത്തിൽ നിൽക്കുക. എന്നിട്ട് ഇത് കണക്ക് ഇത് ഞാൻ വേറെ ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ. ഇത് കണ്ടോ, ഇതേപോലെ. അപ്പോൾ കാലം അങ്ങനെ തന്നെ വയ്ക്കുക. കാലം കൂടെ തിരിച്ചിട്ട് തിരിയാൻ നിൽക്കണ്ട കേട്ടോ. നമ്മളിത് ഈ സൈഡ് ഫാറ്റിനുള്ളതാണ് എടുക്കുന്നത്. ഇത് ഞാനിതിൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇത് ഞാൻ 10 എടുത്തിട്ടുള്ളൂ. അപ്പോൾ കാല് വെറുതെ തിരിച്ച് മറിച്ച് നിൽക്കേണ്ട, ഇതേ കണക്ക് പൊസിഷൻ ഇതേ ഒരു ഇതിൽ തന്നെ നിന്നിട്ടാണ് എടുത്താൽ മതി കേട്ടോ. എങ്കിലും നന്നായിട്ട് അവിടെ തിരിഞ്ഞു വരുള്ളൂ, ഇടുപ്പിൻ്റെ ഭാഗം നന്നായിട്ട് തിരിഞ്ഞു വരുള്ളൂ കേട്ടോ. അപ്പോൾ ഈ വർക്കൗട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളെ ബോഡി കൂളാക്കണം. കൂൾ വാമപ്പ് എന്ന് പറയും. നമ്മൾ സൂമ്പൊക്കെ ചെയ്യുമ്പോൾ ഫസ്റ്റ് വാമപ്പ് കഴിഞ്ഞാൽ പിന്നെ കൂൾ വാമപ്പ്. സൂമ്പ് എന്നല്ല, എല്ലാം നമ്മൾ ഏത് വർക്കൗട്ട് ചെയ്താലും നമ്മൾ ബോഡി പഴയ ലെവലിലോട്ട് കൊണ്ടുവരണം. പിന്നെ അതുപോലെ തന്നെ ഫസ്റ്റ് വാമപ്പ് തുടങ്ങിയിട്ട് മാത്രമേ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ. ഞാൻ ഈ കാണിക്കുന്നതിന് ലാസ്റ്റിലത്തെ ഇതേപോലെ നിങ്ങൾ ചെയ്തോളൂ നോക്കിയിട്ട് കേട്ടോ. ഇതേപോലെ അത്യാവശ്യം വേണ്ടത് മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ. ഒരിക്കലും മറക്കണ്ട, ഫസ്റ്റ് ഞാൻ ഈ കാണിച്ച വർക്കൗട്ട് തുടങ്ങുന്നതിന് മുന്നേ ഫസ്റ്റ് ചെയ്യാനുള്ള വാമപ്പ് ഉണ്ട്. ഞാനത് പല വീഡിയോയിലും ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ വീഡിയോസ് കയറി കണ്ട് വാമപ്പ് ചെയ്യുകയോ ചെയ്തിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്യാം. അതല്ലാതെ ഞാൻ തന്നെ ചെയ്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഒട്ടും മടിക്കേണ്ട. നമ്മുടെ ബോഡി ലെവൽ, അതായത് ബ്രീത്തിങ് ലെവലൊക്കെ എപ്പോഴും പഴയ ലെവലിൽ കൊണ്ടുവരണം. എന്നിട്ട് എന്നിട്ട് വേണം ഇപ്പോൾ കഴിഞ്ഞ ഉടനെ എടുത്തിട്ട് ഓടിക്കളരുത്. നമ്മളൊന്ന് കുറച്ച് റിലാക്സ് ആക്കിയിട്ട് വേണം നമ്മളൊന്ന് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ ഒട്ടും മടിക്കണ്ട. ഇത് കണ്ടല്ലോ, നമ്മൾ ശവം പോലെ ഫ്രീ ആക്കിയിട്ട് ചെയ്ത് കൊടുക്കുമ്പോഴല്ലോ നമ്മൾ ആ ബോഡിക്ക് റിലാക്സ്, നമ്മൾ ഭയങ്കര റിലാക്സിങ് ആണ് നമ്മളിത് ഇതുപോലെ ആയി ചെയ്യുമ്പോൾ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ തീരെ മടിയുള്ളവർ ഇത് എല്ലാ ദിവസവും മുടങ്ങാണ്ട് ചെയ്തോളൂ. ആകെ ഒരു 10 വെച്ചേ ഉള്ളൂ. ഒട്ടും മടിക്കേണ്ട. അതിൽ നിങ്ങൾ ഒരു രീതിയിലും മടിക്കണ്ട. എന്നിട്ട് ബ്രീത്തിങ് ലെവലൊക്കെ പഴയ ഇതിലാക്കിയിട്ട് വേണം നിങ്ങൾ വർക്കിംഗ് ഇട്ട് കഴിഞ്ഞിട്ട് പോകാനായിട്ട്. ഓടിക്കളയരുത്, എടുത്തിയാടിയിട്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു.